ഇറാനെതിരെ പടയൊരുക്കവുമായി അമേരിക്ക. ഇറാന്റെ പക്കലുള്ള വജ്രായുധം. ഇസ്രയേലിന് സമീപം ഇറാന്റെ മിസൈൽ വിന്യാസം. നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് പോകേണ്ടത് അത് ഇറാനിലേക്കാണ്. ഇറാനെ വളഞ്ഞു പിടിക്കാനായിട്ട് ഇപ്പോൾ അമേരിക്ക പുതിയ പദ്ധതിയുമായിട്ട് വന്നിരിക്കുകയാണ്. അതായത് അഫ്ഗാനിസ്ഥാനിലേക്ക് അമേരിക്ക തിരിച്ചു വന്നിരിക്കുന്നു. 4 വർഷത്തിന് ശേഷമാണ് അഫ്ഗാനിസ്ഥാനിലെ ബഗ്രാം എയർപോർട്ട് ഇപ്പോൾ അമേരിക്ക കൈക്കലാക്കിയിരിക്കുന്നത്. ഇപ്രാവശ്യം താലിബാനുമായി കൂട്ടുചേർന്നുകൊണ്ട് ഇറാനെതിരെ തിരിയാനായിട്ടാണ് അമേരിക്ക ശ്രമിക്കുന്നത്. അതായത് ഒരു സമയത്ത് ശത്രുപാളയത്തിൽ ഉണ്ടായിരുന്ന താലിബാനുമായിട്ട് കൂട്ടുചേർന്നുകൊണ്ട് ഇറാനെതിരെ പോരാടാനാണ് ഇപ്പോൾ അമേരിക്ക ശ്രമിക്കുന്നത്. ഈ ബഗ്രാം എയർപോർട്ടിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇവിടെ നിന്നുകൊണ്ട് ഇറാനെ ടാർഗറ്റ് ചെയ്യാൻ, ഇറാനെ ലക്ഷ്യം വയ്ക്കാനായിട്ട് അമേരിക്കയ്ക്ക് സാധിക്കുമെന്നുള്ളതാണ്. എന്നാൽ അമേരിക്കയുടെ ഇത്തരം ലക്ഷ്യങ്ങൾ നടക്കുമോ ഇല്ലയോ എന്നുള്ളത് വളരെയധികം സംശയകരമായൊരു കാര്യമാണ്. എന്തെന്ന് വെച്ചാൽ ഇറാനും അഫ്ഗാനിസ്ഥാനുമായിട്ട് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ നിലനിൽക്കുന്നില്ല. 2 രാജ്യങ്ങളും പരസ്പരം സംസാരിക്കുന്നതും അവരുടെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടന്നു പോകുന്നുണ്ട്. കൂടാതെ ഇറാനിൽ നിരവധി അഫ്ഗാനിസ്ഥാനിലെ റെഫ്യൂജീസ്, അഭയാർത്ഥികളുമുണ്ട്. അതിനാൽ തന്നെ ഇത്തരം ലക്ഷ്യങ്ങൾ, അമേരിക്കയുടെ ഇത്തരം ലക്ഷ്യങ്ങൾ ഫലം കാണാനായിട്ടുള്ള സാധ്യത വളരെ വിരളമാണ്. ഒരുപക്ഷെ നാളെ ഇറാൻ അമേരിക്ക നേരിട്ട് ഏറ്റുമുട്ടിയാൽ തന്നെ ഇറാന്റെ കയ്യിൽ ഒരു വജ്രായുധമുണ്ട്. അതായത് അവരുടെ മിലിറ്ററി തീർച്ചയായിട്ടും വളരെയധികം ശക്തമായൊരു മിലിറ്ററിയാണ് ഇറാൻ ഉള്ളത്. അതുകൂടാതെ തന്നെ ജിയോഗ്രഫിക്കലി തന്നെ ഇറാന് വളരെയധികം അഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് സ്ട്രെയിറ്റ് ഓഫ് ഹൊർമൂസിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. അത് ഇറാനും ഒമാനും ഇടയിലായിട്ടുള്ള 33 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഒരു പ്രദേശം, ഒരു കടലിടുക്ക്. ഈ ഒരു റൂട്ട് എന്ന് പറയുന്നത് വളരെയധികം പ്രധാനപ്പെട്ടതാണ് ലോക വ്യാപാരത്തിന്. അതായത് 1/3 ലോകത്തുൽപാദിപ്പിക്കുന്നതിൽ 1/3 ലിക്വിഡ് ഗ്യാസ് ഇതുവഴിയാണ് പാസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലോകത്തുൽപാദിപ്പിക്കുന്നതിൽ 25% ഗ്യാസും ഈ ഒരു റൂട്ടിൽ കൂടിയാണ് പോകുന്നത്. കൂടാതെ ഈ ഒരു മേഖല എന്ന് പറയുന്നത് ഇറാന്റെ വളരെ ശക്തമായിട്ടുള്ള സൈനിക സാന്നിധ്യമുള്ള സ്ഥലങ്ങളാണ്. അതിനാൽ തന്നെ ഈ ഒരു മേഖല ഇറാനെ സംബന്ധിച്ച് ജിയോഗ്രഫിക്കലി തന്നെ വളരെയധികം അഡ്വാൻറ്റേജ് ഉള്ളൊരു മേഖല തന്നെയാണ്. ആ ഒരു മേഖലയിൽ നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇറാൻ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ആ ഒരു മേഖലയിൽ നടക്കുകയുള്ളൂ. കാരണം അത്ര കണ്ട് മിലിറ്ററി പ്രസൻസ് ആ ഒരു മേഖലയിൽ തന്നെയുണ്ട്. അതിനിടെ അമേരിക്കൻ ഭീഷണികൾക്ക് കാര്യമായ വില നൽകാത്ത ഇറാൻ ഇപ്പോൾ മറ്റൊരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. അതായത് ന്യൂക്ലിയർ വാച്ച് ഡോഗ് എന്ന് പറയപ്പെടുന്ന IAEA എന്ന് പറയുന്ന സംഘടന, അതായത് ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി, അതായത് ഇതൊരു ഇന്റർനാഷണൽ ഓർഗനൈസേഷനാണ്. അതായത് ഓരോ രാജ്യങ്ങളുടെയും ന്യൂക്ലിയർ ആക്ടിവിറ്റി അത് നിയന്ത്രിക്കുന്നതും അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യുന്നതും എല്ലാം തന്നെ ഈ ഒരു ഓർഗനൈസേഷനാണ്. എന്നാൽ ഇത്തരം ഒരു സംഘടനയിൽ നിന്ന് ഇറാൻ പിന്മാറുമെന്നൊരു പ്രസ്താവനയാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഈ ഒരു വീഡിയോ ഇടുന്ന ഈ ഒരു ടൈം വരെ ഇറാൻ അതിൽ നിന്ന് പിന്മാറിയിട്ടില്ല. എന്നാൽ ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഏത് നിമിഷം വേണമെങ്കിലും ഞങ്ങൾ അതിൽ നിന്ന് പിന്മാറാം എന്നൊരു മുന്നറിയിപ്പ് ഇറാൻ നൽകുന്നുണ്ട്. ഏപ്രിൽ 12 ഈ 2 രാജ്യങ്ങളും അമേരിക്കയും അതുപോലെ തന്നെ ഇറാനും തമ്മിൽ ഒമാനിൽ വെച്ചൊരു ചർച്ച നടക്കാൻ പോകുന്നുണ്ട്. ഈ ചർച്ച നടക്കുന്നതിന് മുന്നോടിയായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ വാഗ്വാദങ്ങളെല്ലാം തന്നെ വരുന്നത്. അതിനിടെ ഇറാൻ തങ്ങളുടെ മിസൈൽ സംവിധാനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഇസ്രയേലിനോട് ചേർന്ന് ഡിപ്ലോയ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നമുക്കറിയാം ഇറാനും ഇസ്രയേലും തമ്മിൽ വളരെയധികം ദൂരത്ത് നിൽക്കുന്ന 2 രാജ്യങ്ങളാണ്. അടുത്തടുത്തുള്ള രാജ്യമേ അല്ല ഇറാനും ഇസ്രയേലും എന്ന് പറയുന്നത്. എന്നാൽ ഇറാൻ ഇപ്പോൾ ഇത്തരം മിസൈലുകൾ ഡിപ്ലോയ് ചെയ്യാൻ പോകുന്നത് ഇറാഖിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലാണ്. ഇത്തരം മിസൈലുകളുടെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം മിസൈലുകൾക്ക് യൂറോപ്പ് വരെ, അതായത് ഇറാന്റെ മിസൈലുകൾക്ക് യൂറോപ്പ് വരെ എത്താൻ സാധിക്കുമെന്നുള്ളതാണ്. ഏതൊക്കെയാണ് ആ മിസൈലുകളെന്ന് നമുക്ക് നോക്കാം. ജമാൽ 69 എന്ന് പറയുന്ന ഒരു ബാലസ്റ്റിക് മിസൈൽ അതിൽ ഉൾപ്പെടുന്നുണ്ട്. ക്വാഡ്സ് 35I ക്രൂയിസ് മിസൈൽ എല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുന്ന മിസൈലുകളാണ്. ഇറാഖിലെ മിലിറ്റന്റുകളുടെ സഹായത്തോടു കൂടിയാണ് ഇത്തരം ഒരു കാര്യം ഇറാൻ സാധിച്ചെടുക്കുന്നത്.
നമുക്കറിയാം അമേരിക്ക കൂടുതൽ യുദ്ധസാമഗ്രികളെല്ലാം തന്നെ ഇറാനോട് ചേർന്ന് ഡിപ്ലോയ് ചെയ്യുകയാണ്. ഇതിന് മുമ്പുള്ള റിപ്പോർട്ടുകൾ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ B2 ബോംബറുകൾ ഉൾപ്പെടെ നിരവധി യുദ്ധസാമഗ്രികളാണ് ഇറാനോട് ചേർന്ന് അമേരിക്ക ഡിപ്ലോയ് ചെയ്യുന്നത്. ഇതിനൊരു തിരിച്ചടി എന്ന രീതിയിൽ ഇറാനും നിരവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിലൊന്ന് തന്നെയാണ് ഇത്തരം ഒരു മിസൈൽ സംവിധാനം ഇസ്രയേലിനോട് ചേർന്ന് തന്നെ ഡിപ്ലോയ് ചെയ്യാനായിട്ട് ഇറാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിനിടെ ഇസ്രയേലിനെതിരെ ഇസ്രയേലിന്റെ സൈനികർ തന്നെ തിരിയുന്ന ഒരു അവസ്ഥയും നമുക്ക് കാണാൻ സാധിക്കും. ഏകദേശം 1000-ഓളം IAF, അതായത് ഇസ്രയേലി എയർഫോഴ്സിന്റെ വെറ്ററൻസ് ഒപ്പിട്ട് നൽകിയ ഒരു കത്താണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് അവർ പറയുന്നൊരു കാര്യം, ബന്ധിമോചനമാണ് മുൻതൂക്കം നൽകേണ്ടതെന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. എന്നാൽ ഇസ്രയേൽ പറയുന്നത് ഇതിൽ കൂടുതലും ഈ ഒരു കത്തിൽ സൈൻ ചെയ്തിരിക്കുന്ന കൂടുതൽ പേരും റിട്ടയേർഡ് ആയിട്ടുള്ള ആൾക്കാരാണ് എന്നാണ്. റിട്ടയേർഡ് ആയാലും അല്ലെങ്കിലും ശരി, അവരുടെ ഒരു വാദം എന്നുള്ളത് അത് തീർച്ചയായിട്ടും പരിഗണിക്കേണ്ട കാര്യം തന്നെയാണ്. IDF ഇത് സംബന്ധിച്ച് പരിശോധിക്കുന്നുണ്ട്. ഈ സൈൻ ചെയ്ത ആൾക്കാരിൽ ആരെങ്കിലും ഇപ്പോൾ ആക്റ്റീവായിട്ട് സൈന്യത്തിലുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം IDFും ഇവിടെ പരിശോധിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇതിൽ ഒപ്പിട്ടിട്ടുള്ള സൈനികർ തീർച്ചയായിട്ടും അവർ ചിലപ്പോൾ നടപടികൾ നേരിട്ടേക്കാം, അവരെ ചിലപ്പോൾ പിരിച്ചു വരെ വിട്ടേക്കാം. ഇവർ പറയുന്ന കാര്യം ക്രിസ്റ്റൽ ക്ലിയർ ആണ്. അതായത് ഹമാസുമായി ഡീൽ ഉണ്ടാക്കിയതിന് ശേഷം ഹോസ്റ്റേജസ്, അതായത് ഇസ്രയേലികളായിട്ടുള്ള ഹോസ്റ്റേജസിനെ തന്നെ തിരികെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവരുടെ ഒരേ ഒരു വാദം എന്ന് പറയുന്നത്. എന്നാൽ ഇതിനെതിരെ ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു തിരിഞ്ഞിരിക്കുകയാണ്. ഇവർ രാജ്യത്തെ, അതായത് ഇസ്രയേലിനെ കീറി മുറിക്കാനായിട്ട് തുനിയുന്നവരാണ് എന്നാണ് ഇപ്പോൾ നെതന്യാഹു ഇതിനെതിരെ പ്രതികരിച്ചിരിക്കുന്നത്. ഇസ്രയേലിന്റെ തന്നെ ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള കാറ്റ്സ് ഇതിനെതിരെ പറയുന്നത് ഇത്തരം ഒരു ലെറ്ററിനെ, ഇത്തരം ഒരു കത്തിനെ അദ്ദേഹം തള്ളിക്കളയുകയാണ്. ഹമാസിനെ തോൽപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് അദ്ദേഹം ഇതിനെതിരെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. 15 മാസമായിട്ടും നടക്കാത്തൊരു കാര്യമാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. അതിനിടെ US-ന്റെ സഖ്യരാജ്യമായിട്ടുള്ള കാനഡ ഇപ്പോൾ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു. ഇസ്രയേലിന് ഇനി യുദ്ധസാമഗ്രികൾ നൽകില്ല എന്ന രീതിയിലാണ് കാനഡ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. നോ വെപ്പൺ ഫോർ ഇസ്രയേൽ, അതായത് ഇസ്രയേലിന് ആയുധമില്ല എന്നാണ് കാനഡ പറയുന്നത്. എന്നാൽ ഇതിനെതിരെ ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചിട്ടുണ്ട്. ഇറസ്പോൺസിബിൾ നടപടിയാണ് കാനഡയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതിനിടെ ഇസ്രയേൽ ഈജിപ്തിനോട് പറയുകയാണ്, നിങ്ങൾ ബോർഡറിൽ നിന്ന് ആർമിയെ പിൻവലിക്കണമെന്ന്. അതായത് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തോട് പറയുകയാണ്, നിങ്ങൾ ബോർഡറിൽ നിന്ന് ആർമിയെ പിൻവലിക്കണമെന്ന്. അതായത് ബോർഡറിലേക്ക് ഇനി ആർമിയെ അയക്കണ്ട എന്നാണ് ഇസ്രയേൽ പറയുന്നത്. എന്നാൽ ഈജിപ്ത് ഈ ഒരു ആവശ്യത്തെ നിരാകരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. റഫേൽ ഇസ്രയേൽ നടത്താൻ പോകുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു പ്രഖ്യാപനം ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നാണ് പറയപ്പെടുന്നത്. അതായത് പാലസ്തീനികളെ എല്ലാം തിരികെ പോകാൻ അനുവദിക്കാതിരിക്കുകയും കെട്ടിടങ്ങളെല്ലാം തകർക്കുകയും ചെയ്യുന്ന ഒരു പദ്ധതിയാണ് റഫ പ്ലാൻ. റിപ്പോർട്ടുകൾ പറയുന്നത് ഗസയുടെ സദേൺ ടിപ്പിലായിട്ട് ഇസ്രയേൽ ഹെവി മെഷീനറി, അതായത് യുദ്ധോപകരണങ്ങൾ, വളരെ വലിയ രീതിയിലുള്ള യുദ്ധോപകരണങ്ങൾ തന്നെ ഡിപ്ലോയ് ചെയ്യാൻ പോകുന്നു എന്ന രീതിയിലാണ് വാർത്തകൾ വരുന്നത്. ഇസ്രയേൽ റഫ ഏരിയയിൽ ഒരു ബഫർ സോൺ നിർമ്മിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് ചിലയിടത്ത് നിന്ന് റിപ്പോർട്ടുകൾ വരുന്നത്.